എല്ലാവർക്കും നമസ്കാരം. വായിലൊരു കോയിൻ, ചൈനീസ് കോയിൻ, അതായത് നടുവിൽ ദ്വാരമുള്ളതും 3 കാലുകളുമുള്ള ഒരു തവളയാണ് 3-legged ലക്കി ഫ്രോഗ്. കൃത്യമായ രീതിയിൽ പ്ലേസ്മെൻറ്റ് ചെയ്താൽ ബിസിനസ് സ്ഥാപനങ്ങളിലും ഗൃഹത്തിനുള്ളിലും ധനം നിലനിർത്തി അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് ഫെങ്ഷുയി തത്വപ്രകാരമുള്ള വിശ്വാസം. ലക്കി ഫ്രോഗിൻ്റെ പ്ലേസ്മെൻറ്റ് ലിവിംഗ് റൂമിനുള്ളിലാണ്. അത് തെക്ക് കിഴക്കേ മൂലയിൽ, അതായത് സൗത്ത് ഈസ്റ്റ് കോർണർ അല്ലെങ്കിൽ നോർത്തേൺ വിങ്, അത് ഗൃഹത്തിനുള്ളിലേക്ക് നോക്കുന്ന തരത്തിൽ വേണം അത് പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ലാഫിംഗ് ബുദ്ധയ്ക്ക് ഒരു ഡയഗണലി ഓപ്പോസിറ്റായിട്ട് ആയിരിക്കും വരിക. ലിവിംഗ് റൂമിൽ മാത്രമാണ് ലക്കി ഫ്രോഗിൻ്റെ പ്ലേസ്മെൻറ്റ്, അല്ലാതെ കിച്ചണിലോ ബെഡ്റൂമിലോ വാഷ്റൂംസിലോ ഒന്നും പാടില്ല. പിന്നെ ഇത് 3 feet ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 3 അടി പൊക്കത്തിൽ വേണം, ബിലോ ഐ ലെവലായിരിക്കണം അതിൻ്റെ ഷെൽഫ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ബിസിനസ് സ്ഥാപനങ്ങളിലും ലക്കി ഫ്രോഗ് പ്ലേസ് ചെയ്യാം. സ്ഥാപനത്തിനുള്ളിലേക്ക് അഭിമുഖമായിട്ട് ക്യാഷ് കൗണ്ടറിന് സമീപത്തായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെക്ക് കിഴക്കേ മൂലയിലോ നോർത്തേൺ വിങ്ങിലോ ആയ അത്യുത്തമം. അത് കസ്റ്റമേഴ്സിന് വിസിബിൾ ആവാത്ത രീതിയിൽ വേണം ലക്കി ഫ്രോഗിൻ്റെ പ്ലേസ്മെൻറ്റ്. ലക്കി ഫ്രോഗും ലാഫിംഗ് ബുദ്ധയും കൂടിയ ഒരു കോമ്പിനേഷനാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് കാണപ്പെടുന്നത്. അതായത് ലാഫിംഗ് ബുദ്ധ എൻട്രൻസ് ഡോറിനോട് ഫേസ് ചെയ്യണം, അതായത് പുറത്തേക്ക് നോക്കണം. ലക്കി ഫ്രോഗ് മെയിൻ എൻട്രൻസിൽ നിന്ന് വീട്ടിനുള്ളിലേക്ക്, അതായത് ഗൃഹത്തിനുള്ളിലേക്ക് അഭിമുഖമായിട്ട് വയ്ക്കണം. ലാഫിംഗ് ബുദ്ധയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ലാഫിംഗ് ബുദ്ധയും ലക്കി ഫ്രോഗും ഗൃഹത്തിനുള്ളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും വെച്ച് കഴിഞ്ഞാൽ ഗൃഹത്തിനുള്ളിലേക്ക് ധനം ലാഫിംഗ് ബുദ്ധ ആകർഷിക്കുകയും ആ ധനം ലക്കി ഫ്രോഗ് നിലനിർത്തുകയും ചെയ്യുമെന്നാണ് ഫെങ്ഷുയി തത്വപ്രകാരമുള്ള വിശ്വാസം. താങ്ക് യു.